സംസ്ഥാനത്ത് ഇന്നും കടലാക്രമണത്തിന് സാധ്യത. ഉയർന്ന തിരമാലയും കടലാക്രമണവും ഒരു ദിവസം കൂടി തുടരുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുണ്ട്. കള്ളക്കടൽ പ്രതിഭാസമാണ് കടലാക്രമണത്തിന് കാരണം എന്നാണ് വിദഗ്ധർ പറയുന്നത്. സലീം മാലിക് നൽകും തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങൾ. സലീം, ഈ കടലാക്രമണം പലയിടങ്ങളിലും വ്യാപകമായി ഉണ്ടായിരുന്നു ഇന്നലെ. ഇതിപ്പോൾ പുതിയ മുന്നറിയിപ്പ് എന്താണ്? വീണ്ടും ഇത് ഉണ്ടാകുമെന്ന് വിദഗ്ധർ പറയുന്നു. എന്താണ് ഈ കള്ളക്കടൽ പ്രതിഭാസം എന്ന് സൂചിപ്പിക്കുന്നുണ്ടോ? ഒപ്പം എങ്ങനെയാണ് ഇതിൽ ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുന്നത്? പ്രജിൻ, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കടലാക്രമണം ഉണ്ടായത്. അത് രൂക്ഷമായ കടലാക്രമണമാണ് തിരുവനന്തപുരത്തിൻ്റെ പല മേഖലകളിലും, ഒപ്പം ആലപ്പുഴ, കൊല്ലം, തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലൊക്കെ ഉണ്ടായത്. കടലാക്രമണത്തിൻ്റെ സാധ്യത ഇന്നുകൂടി തുടരും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. അതേസമയം ഇന്നലെ ഉണ്ടായിരുന്ന രൂക്ഷമായ കടലാക്രമണത്തിൽ നിന്ന് ഇപ്പോൾ താൽക്കാലികമായ ശമനം പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി കാണണം. നിലവിൽ പൊഴിയൂർ, തിരുവനന്തപുരം മേഖലയിൽ പൊഴിയൂർ, പൂന്തുറ തുടങ്ങിയ മേഖലകളിലായിരുന്നു ശക്തമായ കടലാക്രമണം ഉണ്ടായത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂന്തുറ മേഖലയിലാണ്. ഇവിടെ കടൽ സാധാരണയിൽ നിന്നും അല്പം ശക്തമായ തിരയാണ് അടിക്കുന്നതെങ്കിൽ പോലും ഇന്നലെ ഉണ്ടായിരുന്ന ശക്തമായ കടലാക്രമണം ഇപ്പോഴില്ല. പക്ഷേ ഉച്ചയോടുകൂടി വീണ്ടും അത്തരത്തിലൊരു കടലാക്രമണത്തിന് സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുള്ളത്. കള്ളക്കടൽ പ്രതിഭാസമാണ് ഈ കടലാക്രമണത്തിന് കാരണം. ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടെ ഇന്നലെ ഉണ്ടായിരുന്ന കടലാക്രമണം ഇപ്പോൾ ശമിച്ചിട്ടുണ്ട്. അതേസമയം പൊഴിയൂരിലാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടായത്. നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി, വെള്ളം മറിയുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യവുമുണ്ടായി. ഈ സാഹചര്യങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ നിർദ്ദേശം ഈ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. കടലാക്രമണമുള്ള ജില്ലകളിലൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടർന്നിട്ടുണ്ട്. പൊഴിയൂർ മേഖലയിലും ആ നിലയിൽ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപകട മേഖലയിൽ താമസിക്കുന്നവരെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ ദുരന്ത നിവാരണ അതോറിറ്റി കൈക്കൊണ്ടിട്ടുണ്ട്. മാത്രമല്ല, ആഴക്കടൽ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ളവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ ആഴക്കടലിൽ ഉള്ളവർക്ക് അവിടെ തുടരാം എന്നുള്ളതും തീരദേശത്തേക്ക് മടങ്ങുന്ന തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം എന്നുമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പൊഴിയൂർ മേഖലയിലാവട്ടെ നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പൂന്തുറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വീടുകളിലേക്ക് ഇന്നലെ വെള്ളം കയറിയെങ്കിലും ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ വീണ്ടും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടൊക്കെ സജീവമായി തന്നെ പോവുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അതേസമയം നിരവധി ഈ മത്സ്യബന്ധന ഉപകരണങ്ങൾ ഉൾപ്പെടെ ഇന്നലെ നശിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഇന്ന് ഉച്ചയോടുകൂടി വീണ്ടും കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രജിൻ, ശരി, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.